നമ്മുടെ മിൽമയുടെ MD നിൽക്കുന്നു. KC ചെയ്യും. ഞങ്ങൾ കാണാൻ പറ്റിയത് വളരെ സന്തോഷം. മിൽമ കണികളുള്ള അപ്പോൾ മിൽമയുടെ ഇപ്പോഴത്തെ പ്രവർത്തനം എങ്ങനെയാണ്? ഒറ്റ വലിച്ചു മിൽമ നന്നായി മിൽമയുടെ വിശ്വാസ്യത ഹായ്, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മിൽമയിലേക്ക് സ്വാഗതം. അല്ലേ ദീപക്? അപ്പോൾ അക്ഷരാർത്ഥത്തിൽ മലയാളിക്ക് മനസ്സിലാകുന്നു മിൽമ കേരളം അതല്ലേ? എല്ലാവരും ഒന്നിച്ച് പറഞ്ഞല്ലോ, മിൽമ കേരളം പക്ഷേ ഇപ്പോഴും ഒരു നമുക്ക് മലയാളിക്ക് ആവശ്യമുള്ള അധികമാനം എത്ര പെർസെന്റ് നമുക്ക് അത് വലിയ സാധ്യതയുള്ളൂ. വലിയ ഒരു ഡ്രൈവിലേക്ക് പോകാൻ അതിൻ്റെ ഭാഗമായിട്ട് കേരള ബാങ്കുമായിട്ട് വളരെ വൈകാതെ തന്നെ താല്പര്യമുള്ള അർഹതപ്പെട്ടവർക്ക് കംപ്ലീറ്റ് വായ്പ കൊടുക്കാൻ കേരള ബാങ്ക് മുന്നോട്ട് നമുക്ക് നന്നായിട്ട് നടത്താൻ ആലോചിക്കും. ലീഡർഷിപ്പിൽ അങ്ങേക്ക് മനസ്സിൽ സംതൃപ്തി തോന്നി മാറ്റം ഉണ്ടാകും. കോവിഡ് കാലത്ത് കർഷകർ നെഞ്ചോട് പിടിച്ചു തന്നെയാണ്. അതിനപ്പുറത്ത് വേറൊന്നും പറയുന്നത് ഒരു പൈസയുടെ നഷ്ടമില്ലാതെ ഒരു ദിവസം മുടങ്ങാതെ ഒന്നും മുടങ്ങാതെ കേരളത്തിലെ കർഷകരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ പാല് അത് ഞാൻ ഏറ്റവും വിതരണം ചെയ്യാൻ കഴിയില്ല. നമുക്കൊരു 50 കോടിയോളം 2 കൊല്ലങ്ങളിൽ നഷ്ടമുണ്ടായിരുന്നു. കൃഷിക്കാർക്ക് ഒരു പൈസയുടെ നഷ്ടമില്ലാതെ സാധാരണ പോലെ അവരുടെ പാല് നമുക്ക് എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. മിൽമ കർഷകരുടെ പ്രസ്ഥാനമാണെന്ന് വെറുതെ പറയുകയല്ല, അവരെ സംരക്ഷിച്ച് നിർത്താൻ കഴിഞ്ഞു. അതിൽ കൂടുതൽ വേറൊരു നേട്ടത്തെക്കുറിച്ച് ഞാനൊന്നും പറയാനില്ല. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. മിൽമ ചെയർമാനാണ് സംസാരിച്ചത്, CC മണി. അദ്ദേഹത്തിന് ഒരുപക്ഷെ കോവിഡ് കാലത്ത് മിൽമ നഷ്ടം സഹിച്ച കർഷകരുടെ താല്പര്യം സംരക്ഷിച്ചു അല്ലേ? ചെറിയ തീരുമാനമല്ല, വലിയ തീരുമാനം. കൂടുതൽ ഉത്പാദനം മലബാർ മേഖലയിലാണ് തോന്നുന്നത്. അതെ അതെ. കേരളത്തിൽ ഇപ്പോൾ സംഭരിക്കുന്ന പാലിന്റെ പകുതിയിലധികം മലബാറിൽ തന്നെയാണ്. മലബാർ മിൽമ എന്നൊരു പ്രത്യേക ബ്രാൻഡ് പോലെയോ? മലബാർ മിൽമ മലബാർ മേഖല ക്ഷീരോത്പാദക സഹകരണ യൂണിയനാണ്. പക്ഷേ അറിയപ്പെടുന്നത് മലബാർ മിൽമ എന്നുള്ള ഷോർട്ടായിട്ട് അറിയപ്പെടുന്നു. എപ്പോഴും ഷോർട്ട് ആൻഡ് സ്വീറ്റ് അല്ലേ? അന്ന് നമ്മൾ ഈ സംഭരിച്ച പാല് നമ്മൾ അവസാനം എന്ത് ചെയ്തു? കോവിഡ് കാലത്ത് നമ്മൾ പൗഡറാക്കാൻ അയക്കുകയാണ് ചെയ്തത്. ആ പൗഡറാക്കാൻ അയക്കാൻ അന്ന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായി. കാരണം കേരളത്തിലാണല്ലോ ആദ്യമായിട്ട് കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടത്. ഇവിടുന്ന് പാല് അയൽ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരാകെ ആശങ്കപ്പെട്ടിട്ട് വണ്ടിയൊക്കെ തടഞ്ഞു. ഇവിടെ പൗഡറാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മുഖ്യമന്ത്രിയായിട്ട് ഇടപെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് നമ്മളുടെ പാല് പൊടിയാക്കുന്നതിന് ഒരു അനുവാദം. ആ ഒരു 10-24 മണിക്കൂർ ഒരു ആശങ്കയുണ്ടായിരുന്നു. അവര് അല്ല പേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് കിടക്കല്ലേ, കേരളത്തിലെ വണ്ടികൾ വിടില്ല എന്ന് പറഞ്ഞു. കോവിഡിന്റെ പേടില് അതൊരു ചെറിയൊരു പ്രയാസം ഉണ്ടായി. പക്ഷേ പിന്നെ ആദ്യ വർഷം 10-24 കോടി രൂപ, 2ാം കൊല്ലം 10-25 കോടി പൗഡറാക്കി വെക്കുന്നതിന്റെ ചെലവ്. അതുപോലെ പൗഡറാക്കി വെക്കുമ്പോൾ അതിന്റെ ചെലവ് മാത്രമല്ല, നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കേരളം വരെ പക്ഷെ അത് മാനേജ് ചെയ്തു. ഒരു പൈസ ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു പോയല്ലേ? എന്തായാലും വലിയ തീരുമാനമായിരുന്നു. ഗ്രേറ്റ് ഡിസിഷൻ. മിൽമ ചെയർമാൻ, പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മളൊരു യാത്രയിലാണ്. നമ്മൾ SKN40 എന്ന് പറഞ്ഞ SKN എന്ന RC എന്ന മാധ്യമപ്രവർത്തനം, അദ്ദേഹത്തിന്റെ 40 വർഷത്തെ മാധ്യമപ്രവർത്തനം പൂർത്തിയാകുന്ന കാലത്ത് നമുക്കത് ആഘോഷമാക്കേണ്ടതാണ്. കാര്യം അദ്ദേഹത്തിന്റെ മാധ്യമപ്രവർത്തന കാലയളവ് അങ്ങനെ വഴിത്തിരിവുകളുടെ കാലയളവാണ്. പക്ഷെ നമ്മളതൊരു സന്ദേശവാഹക യാത്രയാക്കാനുള്ള കാരണം ഇതിനോടകം പ്രിയപ്പെട്ടവർക്കറിയാം. കേരളം വല്ലാത്ത ഒരവസ്ഥ, ഒരു വല്ലാത്ത സാഹചര്യത്തിൽ കടന്നു പോകുന്ന ഒരു കെട്ടകാലം എന്ന വാക്ക് തന്നെ കൃത്യമായി ഉപയോഗിക്കേണ്ടതാണ്. നമ്മൾ ഈ ജനുവരി 1-ാം തീയതി മുതൽ കണ്ട കൊലപാതകങ്ങൾ, ഒരുപാട് ലഹരി വേട്ടകൾ, രാസലഹരി, അത് ഗ്രൗണ്ടിലെ വ്യാപനമൊക്കെ നമ്മൾ കണ്ട വാർത്തയിൽ കണ്ടറിഞ്ഞൊന്നും അല്ല.
നമ്മളത് ഇനി 2 ജില്ല മാത്രമേ പൂർത്തിയാക്കാനുള്ളൂ. 12 ജില്ല പൂർത്തിയാക്കിയിരിക്കുന്നു. 12 ജില്ലയിൽ നമ്മൾ കണ്ട കാഴ്ചകൾ അങ്ങേയറ്റം ഭീതിജനകമായ വല്ലാത്ത കാഴ്ചകളാണ്. അതോടൊപ്പം തന്നെ ഈ അന്ധകാരത്തിൽ ചില കൂരിരുൾ എന്ന് പറയത്തക്ക രീതിയിലുള്ള ചില നല്ല വാർത്തകളും കാഴ്ചകളും കൂടി കാണാൻ കഴിഞ്ഞു. ഇനി 2 ജില്ലകൾ കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കോട് കടപ്പുറത്ത് അതിന്റെ സമാപന സമ്മേളനം നടക്കാൻ പോകുന്നു. സമാപന സമ്മേളനം കൊണ്ടും കാര്യങ്ങൾ തീരുന്നില്ല. നമ്മൾ ഈ ജില്ലകളിൽ കേരളം ഒട്ടാകെ കണ്ട, നമ്മൾ യഥാർത്ഥത്തിൽ കണ്ട കേരളത്തെക്കുറിച്ച് സർക്കാരിനൊരു ഡോക്യുമെന്റ് നമ്മൾ സമർപ്പിക്കാൻ പോകുന്നുണ്ട്. അത് ഉറപ്പായും ഇതിനുള്ള ഈ വല്ലാത്ത കാലത്തിന്റെ ഒരു പരിഹാര നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു ഡോക്യുമെന്റ് ആകും. അങ്ങനെ നമ്മുടെ യാത്രയുടെ ഭാഗമായി നമ്മൾ മിൽമയിലും എത്തിയതാണ്. അപ്പോ പ്രിയപ്പെട്ട മിൽമ ചെയർമാൻ ശ്രീ KS മണിയെയും ശ്രീ SKN ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കാം. പ്രിയപ്പെട്ട മിൽമ ചെയർമാൻ അദ്ദേഹത്തിന്റെ അധികാരത്തിലെത്തിയ ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് യൂണിഫിക്കേഷൻ ഉണ്ടാവുന്നുണ്ട്. അത് പരസ്യങ്ങളിലടക്കം വളരെ പ്രകടമായി തന്നെ മിൽമ കേരളം കണികണ്ടിരുന്ന നന്മ എന്ന കേരളത്തിന്റെ ബ്രാൻഡ് കുറച്ചുകൂടി വൈബ്രന്റ് ആയി കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹത്തെ കോവിഡ് കാലത്തെ മിൽമയ്ക്ക് അനുഭവിക്കേണ്ട നഷ്ടങ്ങൾക്കിടയിലും കർഷകരെ കാക്കുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ 2 വാക്ക് 40 വർഷത്തെ ജൈത്രയാത്രയ്ക്ക് ശേഷം ഇന്ന് മിൽമയിലെ നമ്മളോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ വന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ SKN, ഇവിടെ ഇന്നത്തെ പരിപാടിയിൽ വന്ന ഫ്ലവേഴ്സിൻ്റെയും 24 TVയുടെയും ഉദ്യോഗസ്ഥര്, ജീവനക്കാര്, ഇവിടെ ഇന്നത്തെ ഹ്രസ്വമായ വളരെ ചെറിയ പരിപാടിയാണെങ്കിലും ഇത് പങ്കാളിത്തം കൊണ്ട് പ്രൗഢഗംഭീരമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഇന്നത്തെ ഈ പരിപാടിയെക്കുറിച്ച് ഇപ്പോൾ ആമുഖമായിട്ട് MDയും അതുപോലെ തന്നെ ശ്രീ ഹാഷ്മിയും വിശദീകരിച്ചപ്പോൾ നമ്മൾക്ക് ബോധ്യമായി. 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് SKNന്റെ പര്യടനത്തിലൂടെ അഡ്രസ്സ് ചെയ്യുന്നത്. ഒന്ന് നമ്മൾ ഈ പറഞ്ഞ അരുത് അക്രമം, മറ്റൊന്ന് നമ്മൾ പറഞ്ഞ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ അനിവാര്യമായ വളരെ പ്രസക്തമായ ഒരു സബ്ജക്റ്റാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതിൽ നമുക്ക് ആർക്കും തർക്കമില്ല. ഇവിടെ SKNന്റെ അറിവിലേക്ക് പറയുകയാണ്, 2022 നവംബർ 14 ഞങ്ങൾ മിൽമ തന്നെ ലഹരി വിരുദ്ധത്തിനെതിരെയുള്ള ഒരു പ്രചരണം നമ്മളെ മിൽമ പാക്കറ്റ് പാലിൽ, അന്ന് എനിക്ക് തോന്നുന്നത് 17 ലക്ഷം ലിറ്ററാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ 34 ലക്ഷം പാക്കറ്റ് പാലിൽ നോ ടു ഡ്രഗ്സ് എന്ന് പറഞ്ഞ പരസ്യം നടത്തി 1 മാസക്കാലം നമ്മൾ അന്ന് ഇവിടെ അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ ലഹരി ഒരു വലിയ വിപത്താണെന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതിന് എത്രയധികം നമ്മൾ നടപടികൾ എടുത്തുകൊണ്ട് ബോധവൽക്കരണം നടത്തിക്കൊണ്ട് നിയമപരമായി സർക്കാർ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം ഈ ക്യാമ്പയിനൊക്കെ നടത്തുന്ന ബഹുമാനപ്പെട്ട മന്ത്രി എൻ്റെ നാട്ടുകാരനും സുഹൃത്തും കൂടിയായ ശ്രീ MP രാജേഷാണ്. നല്ല പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതുമാത്രം പോരാ. നിയമത്തിലൂടെ ഏത് കാര്യവും നമുക്ക് പൂർണ്ണമായിട്ടും പരിഹരിക്കാം അല്ലെങ്കിൽ നിയന്ത്രിക്കാം എന്ന് പറയുന്നത് ഒരു പരിധിവരെ ശരിയല്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ബോധവൽക്കരണത്തിലൂടെ നമ്മളുടെ തലമുറയെ മൊത്തത്തിൽ കാണുക, അതുകൊണ്ടാണ് അങ്ങ് ഇരുന്ന് സംസാരിക്കാൻ പറഞ്ഞത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് SKN എടുത്തിട്ടുള്ളത്. നമ്മളുടെ കാലഘട്ടത്തിൽ നമ്മളെല്ലാം ചെയ്യുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്ന് പറയുന്നത് നമ്മളെ പ്രത്യേകിച്ചിട്ട് യുവതലമുറയെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് നല്ല ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പാൽ പാക്കറ്റുള്ള ക്യാമ്പയിൻ കൂടാതെ നമ്മൾ മറ്റൊരു പരിപാടി കൂടെ ആലോചിച്ച് നടപ്പിലാക്കുന്നുണ്ട്. അത് നമ്മുടെ മിൽമ സ്കൂൾ എന്നുള്ളൊരു പരിപാടിയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, കുറേ സ്കൂളുകളിൽ നമ്മളെ മിൽമയുടെ ഷോപ്പ് ഇതിനകം തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളുകളും അതുപോലെ തന്നെ അവിടുത്തെ PTAയും തയ്യാറായി വന്നാൽ എല്ലാ സ്കൂളുകളിലും പടിപടിയായിട്ട് അവിടെ ഒരു കിയോസ്ക് വെച്ചുകൊണ്ട് മിൽമയുടെ ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിനകത്ത് 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, ക്ഷീരകർഷകരുടെ പ്രസ്ഥാനമായ മിൽമ ഗുണനിലവാരമുള്ള സാധനങ്ങളെ കൊടുക്കുകയുള്ളൂ എന്ന് കേരള ജനതയ്ക്കും ഇത് വാങ്ങിച്ചുപയോഗിക്കുന്ന എല്ലാവർക്കും ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് ക്വാളിറ്റി മെറ്റീരിയൽ കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരുപക്ഷെ SKN സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ അതിന് വ്യക്തത വരും. കുട്ടികൾ ഈ സ്കൂളിൻ്റെ ഇടവേളകളിൽ റോഡ് ക്രോസ് ചെയ്ത് പല കടകളിലും പോയി മേടിക്കുന്ന സാധനങ്ങളിലൂടെയാണ് ഈ ലഹരിയുടെ ഉപയോഗം ചെറുതായിട്ടെങ്കിലും കുഞ്ഞുങ്ങളിലേക്ക് പടരുന്നത് എന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതാണ്. അപ്പോൾ അവരെ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് പുറത്ത് വിടാതെ തടഞ്ഞു നിർത്തുക, അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ സ്കൂളിലെ മിൽമ പ്രോഡക്റ്റ് തന്നെ കിട്ടുക. മൂന്നാമത്തെ ഒരു
ഇതിൻ്റെ പ്രധാനപ്പെട്ട ദോഷം ലഹരി പോലെ തന്നെ കുട്ടികൾ കുറഞ്ഞ സമയ ഇൻ്റർവെല്ലിൽ അവർ സ്കൂളിൻ്റെ മിക്കവാറും സ്കൂളുകളിലെ റോഡ് ക്രോസ് ചെയ്തിട്ടായിരിക്കും അപ്പുറത്തെ കടകൾ, അതിലേക്ക് ക്രോസ് ചെയ്ത് പോകാനുണ്ടാകുന്ന സമയത്തുള്ള അപകട സാധ്യതകൾ. കാരണം ഇപ്പോൾ കേരളത്തിലെ റോഡുകളെല്ലാം വളരെ മിനുസമായി ഏറ്റവും നല്ല റോഡുകളുള്ളത് വാഹനങ്ങളുടെ വേഗത കൂടാനും അത് അപകട സാധ്യത വളരെ കൂടുതലുള്ളതുകൊണ്ട് അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ നമ്മളൊരു 2-3 വർഷങ്ങളായി നമ്മുടെ സ്കൂളിനകത്ത് തന്നെ ഒരു മിൽമയുടെ കിയോസ്ക് തുടങ്ങി അവിടെ മിൽമയുടെ ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന വിധത്തിൽ പ്ലാൻ ചെയ്ത് പോകുന്നുണ്ട്. ഏതായാലും SKN കേരള സർക്കാരും ഏറ്റെടുത്ത ഈ വലിയ ദൗത്യത്തിന് ക്ഷീരകർഷകരുടെ പ്രസ്ഥാനമായ മിൽമയുടെയും പിന്തുണയും സഹകരണവും നമ്മൾ ഉറപ്പ് നൽകുകയാണ്. താങ്ക് യു ചെയർമാൻ ശ്രീ KS മണി, അതുപോലെ MD KC ജെയിംസ്, മറ്റുള്ള പ്രിയപ്പെട്ട മിൽമ സഹപ്രവർത്തകരെ. നിങ്ങളോട് ഒരു കാര്യം പറയാൻ എനിക്ക് യാതൊരു വിഷമവുമില്ല. ഞാൻ മിൽമയുടെ ഒരു ആരാധകനാണ്. ഒരുപാട് കേരളത്തിലെ പാലുൽപാദകരും സ്വകാര്യ സംരംഭകരും ഒക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. എന്നാലും മിൽമയുടെ ത്രാസ് ഒന്ന് പൊങ്ങി തന്നെ എപ്പോഴും നിൽക്കുന്നു എന്നുള്ളത് മലയാളികൾ, കേരളീയർ ഈ മിൽമയിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസമാണ്. ഒരു കാര്യം കൂടി കേട്ടപ്പോൾ എനിക്ക് വലിയ അഭിമാനം തോന്നി. ചെയർമാൻ്റെ ഒരു പരിഷ്കാരം എന്തായിരിക്കുമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോവിഡ് കാലത്ത് നട്ടം തിരിഞ്ഞ പാലുൽപാദകർക്ക്, നമ്മുടെ പാവപ്പെട്ട കർഷകർക്ക് ഈ പാല് ഉൽപ്പാദിപ്പിച്ച പാല് മുഴുവൻ വിലക്കെടുത്ത് മിൽമ 60 കോടിയോളം 50 കോടിയോളം നഷ്ടം സഹിച്ച് പാല് വിതരണം ചെയ്യാത്ത സാഹചര്യം കോവിഡിൽ ഉണ്ടായിട്ട് പോലും കർഷകർ ഉണ്ടാക്കിയ പാല് മൊത്തം എടുക്കാൻ മിൽമ തയ്യാറായി. ദാറ്റ് ഇസ് എ ഗ്രേറ്റ് ഡിസിഷൻ. അത് സാധാരണഗതിയിൽ ഒരു സംരംഭകന്റെ വ്യൂ പോയിന്റ് ആലോചിച്ചാൽ നഷ്ടത്തിന്റെ കണക്ക് കൂട്ടാൻ ആരും താല്പര്യപ്പെടില്ലല്ലോ. പിന്നെ അദ്ദേഹം മറ്റു ഒരു കാര്യം, അദ്ദേഹത്തിന്റെ നേതൃത്വത്തെക്കുറിച്ച് എനിക്കൊരു മാധ്യമപ്രവർത്തനം എന്നുള്ളതിൽ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് അടുത്ത് പരിചയപ്പെടാൻ അങ്ങനെ കൂടുതൽ അവസരങ്ങൾ കിട്ടിയിട്ടില്ല എങ്കിൽ പോലും ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ച് മിൽമ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംരംഭമായി മാറിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ഒരുപക്ഷെ 2-3 അല്ലെ സംരംഭകരിൽ ഒരാൾ മിൽമ തന്നെയായിരിക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഡോക്ടർ വർഗീസ് കുര്യൻ നടത്തിയ മിൽമ പാൽ വിപ്ലവം പോലെ കേരളത്തിലും ഇങ്ങനെ മിൽമ ഒരു വിപ്ലവം നടത്തുന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം അഭിമാനത്തിന്റെ കാര്യമാണ്. അതല്ല, ഞാൻ അദ്ദേഹത്തിൽ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ വാട്സപ്പിൽ അദ്ദേഹത്തിന് ഒരു വോയിസ് മെസ്സേജ് അയച്ചത് മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ ഒരു യാത്രയിലായിരിക്കും, എൻ്റെ 40 വർഷം ഒരു കരിയർ തികയുന്ന വേളയിൽ അങ്ങുകൂടി ഇതിൽ സഹകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ സമയത്തിന് അദ്ദേഹം മറുപടി അയച്ചു, മിൽമ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തായാലും മിൽമ പോലെ ഒരു സംരംഭം, പ്രത്യേകിച്ച് നമ്മുടെ ജനങ്ങൾ അത്യാവശ്യം രാവിലെ ചായയും കോഫിയും കഴിച്ച് വളർന്ന മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ കണികണ്ടുണരുന്ന ഒരു നന്മയായിട്ട് ഇപ്പോഴും തുടരുന്ന ഈ മിൽമ അതിൻ്റെ ജൈത്രയാത്ര തുടരുന്നു എന്നുള്ളതിൽ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇതിൻ്റെ MDയെയും ഇതിൻ്റെ ചെയർമാനെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. എന്തായാലും നല്ല ലീഡർഷിപ്പാണ് എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള സ്ഥാപനത്തെ ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. അത് മിൽമ എത്രയോ കാലമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു ചെയർമാൻ, ആൻഡ് താങ്ക് യു MD, ആൻഡ് താങ്ക് യു CGM. അത് മറ്റൊരു കാര്യം, ഇനി ഞാൻ എൻ്റെ യാത്രയെക്കുറിച്ച് പറയണമല്ലോ. ഇപ്പം നമ്മളിപ്പം മിൽമ തന്നെ 40 കൊല്ലം പാലിൽ വിതരണം നടത്തിയാൽ മിൽമയ്ക്ക് 40 കൊല്ലമാവും. അതുപോലെ തന്നെയാണ് എൻ്റെ ജീവിതത്തിലും ഒരു ജോലി ഞാൻ ചെയ്തു, അത് മാധ്യമപ്രവർത്തനമാണ്. അത് 40 കൊല്ലമായി. അതിന് ഞാൻ വലിയ പ്രസക്തി കാണിക്കുന്നില്ല. അതേസമയം എൻ്റെ കൂടെ നടക്കുന്ന ആഷ്മി താജ് ഇബ്രാഹിം ഇടയ്ക്കിടയ്ക്ക് എന്നെ അത് ഓർപ്പിക്കും, അതത്ര ചെറിയ കാര്യമല്ല എന്ന് ആഷ്മി പറയും. പക്ഷെ ഞാനത് അത്ര വലിയ കാര്യമായിട്ട് കാണുന്നതുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ആലോചിച്ചപ്പോൾ, ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾക്കറിയാം നല്ല AC റൂമിലൊക്കെ ഇരുന്ന് ഞങ്ങൾ അത്യാവശ്യം വാർത്ത വായിച്ച് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നവരാണ്. അപ്പോൾ പക്ഷെ ഞങ്ങൾ നോക്കുമ്പോൾ ഓരോ ദിവസവും ഈ വാർത്താ മുറിയിലേക്ക് വരുന്ന കൊലപാതകങ്ങളുടെ എണ്ണം വളരെ കൂടുകയാണ്. അതും ചെറിയ കുട്ടികൾ. അത് നമുക്ക് ചില വാർത്തകളൊന്നും വായിക്കാൻ പറ്റാത്ത. ഒരു തവണ ഞാൻ ഈ ആഷ്മിയുടെ വായിക്കരി പൊത്തി. കാര്യം ആഷ്മി വായിക്കാൻ തുടങ്ങിയ വാർത്ത അമ്മയെ മകൻ പീഡിപ്പിച്ചു എന്നാണ്. ഞാൻ പറഞ്ഞത് മലയാളി കേട്ടാൽ അമ്പരന്ന് പോകില്ലേ എന്ന് ചോദിച്ചു. കാര്യം മലയാളിയുടെ മാനസിക അവസ്ഥ തകർന്നു പോകുന്ന രീതിയിൽ ഉള്ള വാർത്തകൾ വരും. അപ്പം നമ്മൾ ഈ വാർത്ത വായിക്കുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ എനിക്കും ആഷ്മിക്കും ഗോപികൃഷ്ണനും അതുപോലെ നമ്മുടെ വാർത്ത വായിക്കുന്ന ദീപക്കിനും ഒക്കെ ഈ ക്യാമറയ്ക്ക് താഴെ ഒരു പ്രോംപ്റ്റർ ഉണ്ടാവും. ആ പ്രോംപ്റ്ററിൽ നമ്മൾ വായിച്ച് പഠിച്ച വാർത്തയായിരിക്കല്ലോ വരുന്നത്. കാര്യം വാർത്തകൾ ഇങ്ങനെ വരുന്ന സമയത്ത് ലൈവായിട്ടൊരു വാർത്ത വരും. അപ്പം നമ്മളിങ്ങനെ വായിച്ചു തുടങ്ങും. ഇങ്ങനെ കടുവ കുളത്ത് ഇങ്ങനെ മകൻ, ബാക്കി നമ്മൾ വായിച്ചേ പറ്റൂ. നമുക്ക് ഇഷ്ടമല്ലെങ്കിലും ആണെങ്കിലും ഈ സാധനം നമ്മൾ വായിച്ചു തീർക്കും. അപ്പോഴാണ് ഞാൻ ആഷ്മിയുടെ വായിക്കരി പൊത്തിയത്, വായിക്കല്ലേ എന്ന് പറഞ്ഞു.
അപ്പം നമുക്ക് കേൾക്കാൻ അറച്ചു പോകുന്ന വാർത്തകൾ, കൊലപാതകങ്ങൾ, കുട്ടി അമ്മയെ കൊലപ്പെടുത്തുന്നു, അതുപോലെ തന്നെ ഒരമ്മ പറയുന്നു അവൻ എന്നെ ഒരു അമ്മയായിട്ടല്ല കാണുന്നു, എന്നെ ഒരു സ്ത്രീയായിട്ട് കാണുന്നു, 12 വയസ്സ് ഉള്ള മകനെ കൂടെ കിടത്തി ഉറക്കാൻ അമ്മ ഭയപ്പെടുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവുക. അതുപോലെ ടീച്ചേഴ്സ്, വടകരയുള്ള ഒരു അധ്യാപിക പറയുന്നു സാരി ഉടുത്ത് ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല, വൃത്തികെട്ട കമന്റുകൾ കുട്ടികൾ പറയുന്നു, അതുകൊണ്ട് അവർ ചുരിദാറാക്കി എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നു. മാത്രമല്ല ഒരു ദിവസം 2 മണിക്കൂറിനിടയിൽ മോർണിംഗ് ഷോ ഇതും നിങ്ങൾ മിൽമ പാലൊക്കെ ഉപയോഗിച്ച് രാവിലെ ചായ ഉണ്ടാക്കുന്ന സമയത്ത് അടുക്കളയിലെ അമ്മമാരൊക്കെ തകൃതിയായിട്ട് പണിയെടുക്കുന്ന നേരത്താണ് ഞാൻ ഈ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കുന്നത്. അവിടെ 14 കൊലപാതകങ്ങൾ 2 മണിക്കൂറിനിടയിൽ വായിച്ച് തീർത്ത ഒരു ദിവസമാണ് ഇങ്ങനൊരു യാത്ര കേരളത്തിൽ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത്. എനിക്ക് തോന്നി കേരളത്തിന്റെ സൈക്കിന് നമ്മുടെ മനസ്സിന് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. 12 ജില്ലകൾ കടന്ന് കോഴിക്കോട് ഈ പര്യടനം തുടരുമ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, നമ്മൾ കണ്ട കേരളമല്ല ഈ കേരളം. നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന്റെ ആത്മാവിൽ പുകയുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ കേരളം നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ പുറമേ കാണുമ്പോൾ ചില നഗരത്തിന്റെ ശാന്തത പോലെയാ. ഈ കൊച്ചി നഗരം നിങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ ശാന്തമായ ഒരു മെട്രോ നഗരമാണ്. എന്നാൽ അതിന്റെ ഉള്ളറകളിൽ ഒരുപാട് അധോലോക സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കാണുമ്പോൾ ഒരു കുഴപ്പമില്ല. പെരിയാർ നദി കണ്ടാലും അങ്ങനെയാ, പുറമേ ശാന്തമായി പെരിയാർ ഇങ്ങനെ ഒഴുകും, പക്ഷേ അതിന്റെ അഗാധങ്ങളിൽ വലിയ അടിയൊഴുക്കുണ്ട്, വീണാ തീർന്നു പോകും എന്ന് പറയുന്നത് പോലെയുള്ള ഒരു അവസ്ഥ കേരളത്തിലുണ്ട്. കേരളത്തിനെ നമ്മൾ വീണ്ടും പഠിക്കേണ്ട കാലമായി. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഈ MDMA കഴിക്കുന്നതിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാൾ എന്ന് ആലത്തൂരിലെ സർക്കിൾ ഇൻസ്പെക്ടറോട് പറയുമ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ ഞങ്ങളെ തിരുത്തുന്നു. ഇല്ല, ഇവിടെ 4ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കുട്ടിയുടെ MDMA കേസ് ഉണ്ടെന്ന് പറയുന്നു. 4ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, 9 വയസ്സുള്ള ഒരു കുട്ടി ഈ MDMA, നിങ്ങൾ സയൻസ് പഠിച്ചവർക്ക് അറിയാം, ഈ MDMA എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇവിടെ ഇത് പറയാൻ പറ്റുന്ന ഒരാളുണ്ട്, കാശ്മി. MDMA എന്താണെന്ന് കെമിസ്ട്രി പഠിച്ച്, അല്ലെ ബയോകെമിസ്ട്രി പഠിച്ച ആളാണ് കാശ്മി എന്നാണ് എനിക്കൊരു പുതിയ അറിവായിരുന്നു. ഇന്ന് ഞാൻ ചോദിച്ചു, ഈ കെമിസ്ട്രിയൊക്കെ നിരന്തരം പറയുക, ഈ രാസപദാർത്ഥങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മനുഷ്യൻ എന്താ പറ്റിയെന്ന്. അപ്പോൾ ഇതെല്ലാം അക്കാഡമിക്കലി പഠിച്ചതാണെന്ന് ഇന്നാ മനസ്സിലായത്. എന്തെല്ലാം കാര്യങ്ങൾ നമുക്കറിയാത്തത് ഒരാളിനെ കുറിച്ച്. അപ്പോ ഇത് MDMA അതുപോലുള്ള ഈ സിന്തറ്റിക് ലഹരികൾ കേരളത്തിൽ, അതുപോലെ ഹൈബ്രിഡ് കഞ്ചാവ് കേരളത്തിലേക്ക് വരുന്നു. അതുപോലെ ഒരുപാട് ബ്രൗൺ ഷുഗർ, LSD, കഞ്ചാവ്, ചരസ് എന്ന് വേണ്ട ഒരുപാട് സാധനങ്ങൾ കേരളത്തിലേക്ക് വരികയാണ്. ഈ MDMA കഴിച്ചു കഴിഞ്ഞാൽ ആയുസ് വളരെ ലാഭത്തിലാകും, 7 കൊല്ലമായിട്ട് കുറയും. 7 കൊല്ലം കൊണ്ട് ക്രിയ കൂടാം. നമ്മൾ ആലോചിച്ചോ, നമ്മൾ പ്രതീക്ഷയോടെ വളർത്തുന്ന കുട്ടികൾ 7 കൊല്ലം കൊണ്ട് അവർ സ്വയം വരുത്തി വെച്ച വിന കൊണ്ട് നശിച്ചു പോവുക. നിങ്ങൾ ആരെങ്കിലും ഡി അഡിക്ഷൻ സെന്ററിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, രോഗിയായിട്ടല്ല ഞാൻ പറഞ്ഞത്, ചുമ്മാ ഡി അഡിക്ഷൻ സെന്റർ എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഈ യാത്രക്കിടയിൽ ഒരു സ്ഥലത്ത് പോയി, അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, 10-21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ MDMAക്ക് അഡിക്റ്റ് ആയ ഒരുവനെ കണ്ടു. അവനെ കണ്ടാൽ നമുക്ക് ഭയമാകും. അവന്റെ ഉതളങ്ങിയ കണ്ണുപോലെ 2 സാധനമാണുള്ളത്, അതിങ്ങനെ പുറത്തേക്ക് തള്ളി വരുന്നു. എന്നിട്ട് അവൻ ആരെയൊക്കെ അങ്ങ് പേടിക്കുന്നു. ഇങ്ങനെയുള്ള ഈ രോഗികൾ, ഇവർ രോഗികൾ തന്നെയാണ്. മനോദല തെറ്റിയ ഒരു മനുഷ്യൻ, ഭ്രാന്ത് പിടിച്ച ഒരു മനുഷ്യന്റെ കൂട്ട് തന്നെയാണ് അവന്റെ പെരുമാറ്റം. ഒരുപക്ഷെ അതിനേക്കാളും മോശമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അവന് ശത്രുക്കൾ മാത്രമേ ഉള്ളൂ. കൊലക്കത്തി കൈ കിട്ടിയാൽ അവൻ ആരുടെയും പള്ളയ്ക്ക് കത്തി കയറ്റും. അത് അമ്മയാണെന്നോ ഉമ്മയാണെന്നോ സഹോദരിയാണെന്നോ അച്ഛനാണെന്നോ ബാപ്പയാണെന്നോ അവന് ശ്രദ്ധിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് പലയിടങ്ങളിലും ഇങ്ങനെ ആളുകൾ ഇത് ചെയ്യുന്നത്. കാര്യം ഒരു വികാര വായ്പുമില്ലാതെ, ഒരു ഇമോഷണൽ ചേഞ്ചും ഇല്ലാതെ, ഈ വഞ്ഞാറമൂട്ടിൽ ഒരുത്തൻ ചുറ്റിക കൊണ്ട് 6 പേരെ തലക്കടിച്ച് 5 പേരെ കൊലപ്പെടുത്തിയില്ല, രാഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. എന്നിട്ട് അവൻ കുളിച്ച് കുട്ടപ്പനായിട്ട് ഷർട്ടും എടുത്തിട്ട്, അതും തേച്ച ഉടുപ്പ് തന്നെ എടുത്തിട്ട് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ പോയി ഇങ്ങനെ ഞാൻ 6 പേരെ കൊന്നിട്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ കോമഡി പറയുന്നിട്ടാ തോന്നി. നീ അവിടെ TV, ഞാൻ പിന്നീട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാന്നാ പറഞ്ഞ്. അപ്പൊ പറഞ്ഞു, ഇല്ല സാറേ ഞാൻ 6 പേരെ കൊന്നേച്ചു വരും, നീ അവിടെ ഇരിയടേ, ഇവന് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടെന്ന് വിചാരിച്ച് CI ആദ്യം കേട്ടില്ല. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അവന് ഒരേ കാര്യം ആവർത്തിച്ചപ്പോഴാണ് പോലീസുകാരനോട് കോൺസ്റ്റബിൾ താനൊന്ന് പോയി അന്വേഷിച്ചിട്ട് പോവാ, നീ അവൻ പറഞ്ഞതിന് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും. ചെന്ന് വെഞ്ഞാറമൂട്ടിലെ ഒരു വീട് തുറക്കുമ്പോൾ 2 ഡെഡ് ബോഡി അവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പൊ ഈ അഫാനെ പോലെയുള്ള ആളുകൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള മാരകമായ രാസലഹരി ഉപയോഗിക്കുന്നവരാകാം, നമുക്ക് ഉറപ്പില്ല. കാര്യം ഈ രാസലഹരിയുടെ ഒരു പ്രത്യേകത, അതിന് മണമില്ല. ഈ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവര് അകാലത്തിലെ മരിച്ചു പോകുന്നുള്ള വേറെ കാര്യം, അവര് സമൂഹത്തിന് ഏറ്റവും വലിയ ത്രെട്ടായി മാറും, കത്തിയെടുത്ത ആൾക്കാരെ കൊല്ലും. അപ്പൊ നമ്മൾ ആരെങ്കിലും ആശ്വസിക്കുകയാണ്, നമ്മുടെ വീട്ടിൽ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ ആരുമില്ല, അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് കരുതിയിട്ടാണ് നിങ്ങൾക്ക് തെറ്റി. തൊട്ട അയലത്ത് ഒരു രാസലഹരി ഉപയോഗിക്കുന്ന ഒരുത്തൻ താമസം ഉണ്ടെങ്കിൽ അവൻ നട്ടപ്പാതിലേക്ക് എന്തെങ്കിലും ഒരു ചിന്തയിൽ ഒരു കൊലക്കത്തിയുമായി നിങ്ങളുടെ വാതിലും ചവിട്ടി പൊളിച്ച് വീട്ടിനകത്ത് വന്നു കയറി നിങ്ങളെ കുത്തിയെന്ന് വരാം.
നിങ്ങൾക്ക് പൊതുനിരത്തിൽ ഇറങ്ങുമ്പോൾ, വണ്ടിയിൽ പോകുമ്പോൾ, സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ അവിടെയെല്ലാം ഈ രാസലഹരി ഉപയോഗിച്ച ചെറുപ്പക്കാർ കാണും. കുട്ടികൾ അവർ നമ്മുടെ അടുത്തേക്ക് വരും. നമ്മൾ ഭയക്കില്ലല്ലോ, നമ്മളൊന്ന് ചിരിച്ചാൽ മതി. ചിലപ്പോൾ എന്തിനാണ് ചിരിച്ചതെന്ന് ചോദിച്ചിട്ട് കത്തി കയറ്റും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സമാധാനം കെടുത്തുന്ന കാര്യമുണ്ട്. വയനാടിൽ നമ്മൾ പോയി, മനോഹരമായ വയനാട്. നിങ്ങൾക്കറിയാം, ഈ അടുത്ത കാലത്ത് മലമുടിയിൽ നിന്ന് മരണം ഒലിച്ചു വന്ന ഈ വയനാട്, അവിടുത്തെ മുണ്ടക്കൈ ചോരമല ദുരന്തം നമുക്ക് ഓർമ്മയുണ്ട്. വയനാടെന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല സുന്ദരമായൊരു മണ്ണ് കേരളത്തിലുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും. ഞാൻ യഥാർത്ഥത്തിൽ ഈ ആകാശം മുട്ടി വളർന്നു നിൽക്കുന്ന മരങ്ങൾക്ക് കീഴിലൂടെ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ആഹാ, എൻ്റെ കേരളം എത്ര സുന്ദരമാണ് എന്ന് ഞാൻ ആലോചിച്ചു പോയി. അല്പം കഴിയുമ്പോൾ ഞാൻ അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് കേൾക്കുന്നു, ഇവിടെ മൈസൂറിൻ്റെ, കർണാടകത്തിൻ്റെ തൊട്ട് അടുത്ത് കിടക്കുന്ന പ്രദേശത്ത് ഒരു വേർതിരിക്കുന്ന ഒരു പാലത്തിൽ ഞങ്ങൾ എല്ലാവരുടെ കയറി നിന്നു. ആ പാലത്തിലൂടെയാണ് കുറേ ആളുകൾ ഈ MDMA കടത്തി കേരളത്തിലേക്ക് വരുന്നത്. മാത്രമല്ല, അപ്പം അവിടെ പോലീസുകാർക്ക് മൂത്രമൊഴിക്കാൻ പോലുള്ള സ്ഥലമില്ല. സത്യം പറഞ്ഞാൽ ഒരു സൗകര്യവുമില്ല. എക്സൈസുകാർക്കൊന്നും ഒരു സ്ഥലമില്ല. നമ്മൾ അവിടെ നിന്ന് പറഞ്ഞു, ഈ സർക്കാർ സ്ഥലം തരികയാണെങ്കിൽ ഇവർക്ക് ഒരു ഓഫീസ് കെട്ടിടം നിർമ്മിക്കാനുള്ള സംഭവം 24 കെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നാലെങ്കിലും നമ്മുടെ ആളുകളെ പിടിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് അവർ പറയുന്നു, അവിടെ വനപ്രദേശമാണ്, ആ വനത്തിലൂടെ 6-7 ഊടുവഴികളുണ്ട്. ഈ ഊടുവഴികളിലൂടെ മലയാളികൾ തന്നെയാണ് ഇത് കടത്തിക്കൊണ്ടുവരുന്നത്. ഞങ്ങളുടെ VP വന്നിട്ടുണ്ട്, ഉണ്ണികൃഷ്ണനോട് അവിടുത്തെ ഒരു MDMA വിൽപ്പനക്കാരൻ പറഞ്ഞത്, സാറിന് സാധനം വേണമെങ്കിൽ 1 മണിക്കൂറിലാണ് ഞാൻ കൊണ്ടുതരാമെന്ന് ഒരുത്തം പറഞ്ഞു. അപ്പം ഉണ്ണികൃഷ്ണൻ വിശാല മനസ്കനായതുകൊണ്ട് പറഞ്ഞു, തനിക്കിതങ്ങ് നിർത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് 3 പെമ്മക്കളാ സാർ, ഇതിനെയൊക്കെ കെട്ടിച്ചയക്കാൻ കുറച്ച് കാശ് വേണ്ടേ, അതുകൊണ്ട് കുറച്ച് കാശ് ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഈ പണി നിർത്തും. നല്ല പണിയൊന്നും അല്ല, എന്നാലും ഞാൻ നോക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ ഈ കേരളത്തിലേക്ക് നിങ്ങൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം, ഇത്രയധികം താലൂക്കുകൾ കടന്നു വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഒരു സ്ഥലവും, ഒരു ഗ്രാമവും, ഒരു പഞ്ചായത്തും, ഒരു മുനിസിപ്പാലിറ്റിയും, ഒരു കോർപ്പറേഷനും ഇതിൽ നിന്ന് മുക്തമല്ല. എല്ലാ സ്ഥലത്തും ഈ സാധനം ലഭ്യമാണ്. രാസലഹരി ഇത്ര കൂടുതൽ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ എത്തിയതെന്ന് പോലും നമ്മൾ അമ്പരന്ന് പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തെ നമ്മൾ വീണ്ടും പഠിക്കേണ്ടിയിരിക്കുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ MDMA പോലുള്ള സിന്തറ്റിക് ലഹരികൾ ഉപയോഗിക്കുന്ന കൊച്ചുകുട്ടികളുടെ നാട് എന്നൊരു പ്രശസ്തി മതിയോ നമ്മുടെ നാടിന്? അന്ന് കേരളം കണി കണ്ടുകൊണ്ടിരുന്ന നന്മ രാസലഹരിയാക്കി നമുക്ക് മാറ്റാൻ കഴിയുമോ? അപ്പോൾ ഇതൊക്കെ നമ്മളെ അമ്പരപ്പിക്കുന്ന പ്രശ്നങ്ങളാണ്. ഞാൻ യഥാർത്ഥത്തിൽ കാണുന്നത് ഇതൊരു അവതാര ലക്ഷ്യമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അമ്മമാർക്കൊക്കെ വലിയ കണ്ണീരായി കഴിഞ്ഞു. ചില അമ്മമാരൊക്കെ വാവിട്ട് നിലവിളിച്ചാണ് യാത്രക്കിടയിൽ ഞങ്ങളോട് പറയുന്നത്, ഞങ്ങളുടെ കുട്ടികളൊക്കെ ഇതിൽ വഴിപ്പെട്ടു പോകുന്നു. അമ്മമാര് ചൂലെടുക്കാൻ പറഞ്ഞു ഞാൻ, അതുപോലെ അധ്യാപകർ ചൂലെടുക്കാൻ പറഞ്ഞു. ഇതിന്റെയൊക്കെ കുറവ് നമ്മുടെ നാട്ടിലുണ്ട്. പോലീസിന് ഇപ്പോൾ ഇഷ്ടംപോലെ സ്വാതന്ത്ര്യമുണ്ട്, അവർ റെയ്ഡുകൾ നടത്തുന്നു. മുഖ്യമന്ത്രിയുമായി ഞാൻ നടത്തിയ ഒരു അഭിമുഖത്തിൽ അത് തത്സമയം പ്രേക്ഷകർ കണ്ടതാണ്. അതിൽ അദ്ദേഹം പറഞ്ഞു, കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഒരു പോലീസ് സ്റ്റേഷനിലും ഇടപെടലില്ലാതെ ഇത് നോക്കുമെന്ന് പറഞ്ഞു. മാത്രമല്ല, ഞങ്ങൾ തന്നെ റിപ്പോർട്ട് തയ്യാറാക്കി അദ്ദേഹത്തിന് കൊടുക്കുന്നു. സാധാരണ രീതിയിലുള്ള റിപ്പോർട്ടല്ല, 2 ഭാഗമുള്ള റിപ്പോർട്ട്. ഒരു റിപ്പോർട്ട് എല്ലാവർക്കും കാണാവുന്നത്, മറ്റൊരു റിപ്പോർട്ട് കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ടിൽ നമ്മൾ പറയുന്നത് ആരൊക്കെയാണ് ഈ രാസലഹരി കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നവർ, അവർക്ക് വേണ്ടി ദല്ലാൾ പണി ചെയ്യുന്നവർ ആരൊക്കെ, അതുപോലെ തന്നെ കർണാടകത്തിലെ ഓരോ പൊന്നാപുരം കോട്ടയിൽ ഇരുന്നത് ആരൊക്കെയാണ് നിയന്ത്രിക്കുന്നത്, ഇവന്റെയൊക്കെ കളർ ചിത്രം സഹിതം നമ്മൾ മുഖ്യമന്ത്രിക്ക് കൊടുക്കും. അതുപോലെ ഉറവിടങ്ങൾ, സ്ഥലങ്ങൾ, സൂക്ഷിച്ചു വയ്ക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, ഇവരുടെ അച്ചാരം പറ്റുന്ന പൊതുപ്രവർത്തകർ, ഇവരുടെ എല്ലാം മുഖം മൂടി നമ്മൾ വലിച്ചു കീറി കളച്ചിത്രം ചേർത്ത് മുഖ്യമന്ത്രിക്ക് കൊടുക്കും. അദ്ദേഹത്തോട് നമ്മൾ പറഞ്ഞേക്കുന്നത്, ആ ഭാഗം നമ്മൾ മറ്റാരെയും കാണിക്കില്ല, നടപടി വേണം, എൻഫോഴ്സ്മെന്റ് വേണം എന്ന് അദ്ദേഹത്തോട് നമ്മൾ ആവശ്യപ്പെടും. തിരുവനന്തപുരത്തെ VD സതീശൻ അധ്യക്ഷനാകുന്ന ഒരു യോഗത്തിൽ വെച്ച് മുഖ്യമന്ത്രിക്ക് നമ്മൾ ഈ റിപ്പോർട്ട് സമർപ്പിക്കും. ഞാൻ പറയാൻ വന്നത്, അമ്മമാരുടെ കണ്ണുനീര്, അതിനൊരു അറുതി ഉണ്ടാകണം. അവരുടെ കണ്ണുനീർ ഈ മണ്ണിലേക്ക് വീഴാൻ പാടില്ല. കേരളം കരയുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാനമായ, നല്ല പച്ചപ്പുള്ള ഈ മണ്ണ് നമുക്കങ്ങനെ ഈ MDMA-കാർക്ക് തീരെഴുതാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 20-ാം തീയതി ഞങ്ങളുടെ ഈ യാത്ര അവസാനിക്കുമ്പോൾ നമ്മൾ ഈ കോഴിക്കോട് കടപ്പുറത്ത് നിങ്ങളെല്ലാവരും വരിക. എല്ലാവർക്കും ഒരു സാമൂഹ്യ ധർമ്മമുണ്ട്. ഒരുപക്ഷെ ഈ കർമ്മം നമ്മൾ അനുഷ്ഠിക്കാൻ താമസിച്ചു പോയാൽ നമുക്ക് ഈ നാട് കൈവഴുതി പോകുന്നത് കാണേണ്ട സാഹചര്യം ഉണ്ടാകും. ഇനി കാത്തിരിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ നമ്മൾ താമസിച്ചു പോയി. നമ്മൾ നേരത്തെ ചെറുക്കേണ്ടതായിരുന്നു. എല്ലാവരുടെയും കണ്ണുവെട്ടിച്ചാണ് ഈ രാസലഹരി കേരളത്തിലേക്ക് ഒഴുകിപ്പോയത്. ഞാനിപ്പോൾ ഒരുപക്ഷെ ഈ യാത്ര നടത്തിയില്ലായിരുന്നെങ്കിൽ, ഞങ്ങളുടെ വാർത്താ സംഘം കേരളത്തിൽ ഇങ്ങനെ യാത്ര ചെയ്തിരുന്നില്ലെങ്കിൽ, ഒരിക്കലും ഞങ്ങൾ പോലും 24-ന്റെ ഈ ശീതീകരിച്ച മുറിയിലിരുന്ന് AC റൂമിൽ വാർത്ത എഴുതുമ്പോൾ, ഇതൊക്കെ ആരോ പറഞ്ഞുണ്ടാക്കുന്ന കെട്ടുകഥകളാണ് എന്ന് നമ്മൾ വിശ്വസിച്ച ചില വാർത്തകൾ തന്നെ കൊടുക്കില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ എൻ്റെ മനസാക്ഷിയിൽ കൈവച്ചുകൊണ്ട് പറയുന്നു, കേരളം ഏറ്റവും വലിയ അപകടം നിറഞ്ഞ ഒരു പാതയിലൂടെ അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തെ ഇനി ഇങ്ങനെ വിടാൻ പറ്റില്ല.
കാര്യം എത്രയോ ആളുകൾ അവരുടെ ജീവിതം ഹോമിച്ചുണ്ടാക്കിയ ഒരു സ്വാതന്ത്ര്യമാണ് നമ്മുടെ മണ്ണിന് കിട്ടിയത്. അപ്പോൾ ആ സ്വാതന്ത്ര്യം എങ്ങനെയാണ് തകർത്ത് കളയാൻ പറ്റുക? അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും 20-ാം തീയതി നമ്മൾ കോഴിക്കോട്ടേക്ക് ക്ഷണിക്കുക. 1,00,000 ആൾക്കാരുടെ ഒരു പ്രകടനം നമ്മൾ കോഴിക്കോട് ബീച്ചിൽ നടത്തുക. 1,00,000 പേരുടെ ആവശ്യം എന്താ എന്ന് നിങ്ങൾ ചോദിച്ചാൽ അതിനുള്ളൊരു മറുപടി. ഇവന്റെയൊക്കെ കോട്ട കൊത്തളങ്ങളിൽ, ഇവന്റെയൊക്കെ പൊന്നാപുരം കോട്ടകളിൽ മലയാളി സമൂഹം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒറ്റക്കെട്ടാണെന്നും നമുക്ക് ഒറ്റ ശബ്ദം മാത്രമേ ഉള്ളെന്നും, കോവിഡിനെ നമ്മൾ എങ്ങനെ പ്രതിരോധിച്ചോ, അതല്ലെങ്കിൽ പ്രളയം വന്നപ്പോൾ നമ്മൾ എങ്ങനെ പരസ്പരം കൈത്താങ്ങായോ, അതേപോലെ പ്രവർത്തിക്കുമെന്ന് നമുക്കിവരോട് വിളിച്ചു പറയണം. എന്ന് മാത്രവുമല്ല, മലയാളികൾ തന്നെ വിറ്റഴിക്കുന്നുണ്ടെങ്കിൽ അവനെ പണി നിർത്തണം. എൻ്റെ ഒരു വ്യക്തമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഈ മഹാസമ്മേളനം, അതായത് അറബിക്കടലിന്റെ തീരത്ത് കോഴിക്കോട് ബീച്ചിൽ നമ്മളിത് സംഘടിപ്പിക്കുമ്പോൾ അവസാനത്തെ ലഹരി വിൽപ്പനക്കാരനും അവസാനത്തെ MDMA-കാരനും ഈ നാട് വിട്ടുപോകണം എന്നൊരു ശബ്ദത്തിൽ നമ്മൾ പറയും. ഒറ്റ ശബ്ദം. മലയാളിക്ക് അതിൽ സമുദായമില്ല, കക്ഷി രാഷ്ട്രീയമില്ല. നിങ്ങളെല്ലാവരും വരണം. 20-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഒരുപക്ഷെ കേരളം നേരിടുന്ന ഏറ്റവും വലിയ അപകടം, ഈ അപകടത്തിൽ നിന്ന് ഈ നാടിനെ മുക്തമാക്കാൻ നടത്തുന്ന നമ്മളുടെ ഈ യാത്രയുടെ അവസാനം ഏറ്റവും വലിയൊരു അന്ത്യശ്വാസനമായിരിക്കും. ദിസ് ഈസ് ആൻ അൾട്ടിമേറ്റ് വാർ. ഇതൊരു ഒരു സാധാരണ ഇതല്ല. ഒരുപക്ഷെ നമുക്ക് ഇപ്പോൾ ചിലരൊക്കെ നമ്മളോട് പറയാറുണ്ട്, നമ്മൾ യാത്രാ സംഘത്തോടും എന്നോടും ഒക്കെ പറയും, ഇത് വളരെ അപകടം പിടിച്ചൊരു യാത്രയാണ്. ഈ മാഫിയ സംഘ തലവന്മാർ ചിലപ്പം താങ്കളുടെ കഴുത്ത് ചിലപ്പോൾ തല വെട്ടിക്കളയും, കഴുത്തെ തല കാണത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം മാത്രം, ഇത് ശരിക്കും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇന്ന് സാധാരണ മലയാളി എടുക്കുന്നത് പോലെ നമ്മൾ പറയാൻ പാടില്ല. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്താനുള്ള ഒരു ആവശ്യമായി കണ്ട് നിങ്ങളെല്ലാവരും കോഴിക്കോടേക്ക് വരണം. എന്ത് അസൗകര്യം എന്നുണ്ടായാലും, പട്ടിണി കിടക്കേണ്ടി വന്നാലും നിങ്ങൾ കോഴിക്കോട് എത്തണം. കോഴിക്കോട് എത്തിക്കഴിയുമ്പോൾ ഈ തട്ടകങ്ങളിലിരുന്ന് ഇത്തരം വൃത്തികേടുകൾ കാണിക്കുന്നവന് ഒരു അപശകുനം പോലെയാകണം നമ്മുടെ ഈ മഹാസമ്മേളനം. നിങ്ങളെല്ലാവരെയും കാര്യം ഈ അപകടം പിടിച്ച ഈ ദശാസന്ധിയിൽ നിന്ന് കേരളത്തിന് മുന്നോട്ട് പോയി പറ്റൂ. പക്ഷെ നമുക്ക് ആത്മവിശ്വാസത്തോടെ പറയാം, ഈ സമയം നമ്മൾ കടന്നു പോകും. താങ്ക് യു. വളരെ കുറച്ച് സമയമാണെങ്കിലും മനസാക്ഷിയെ പിടിച്ചു കുലുക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് SKN നമ്മളോട് കുറച്ച് സമയം കൊണ്ട് പങ്കുവച്ചത്. നിശ്ചയമായിട്ടും നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന ഈ വലിയ വിപത്തിനെതിരെ ഒരുമിച്ച് നിന്ന് നമുക്ക് പോരാടി ഇത് വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ മിൽമയുടെ കാര്യത്തെക്കുറിച്ച് SKN പറയുമ്പോൾ ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മനാട് കൂടിയാണ്. വർഗീസ് കുര്യന്റെ ജന്മനാട്ടിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു സമ്മേളനം നടത്താൻ 1,00,000-ത്തിലധികം ആൾക്കാരെ പങ്കെടുപ്പിച്ച് നടത്താൻ പോകുന്ന ഒരു സമ്മേളനം എന്ന് പറഞ്ഞത്. നിശ്ചയമായിട്ടും ക്ഷീരകർഷകർ പരമാവധി അതിൻ്റെ പുറകിൽ പിന്നിലുണ്ടാകും എന്ന് ഒരിക്കൽ കൂടി പറയാം. ഞാൻ നേരത്തെ പരിചയപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ആമുഖമായി പറയുമ്പോൾ SKN സുഹൃത്ത് എന്ന് പറഞ്ഞപ്പോൾ ചിലർക്ക് ഭംഗിവാക്കായി തോന്നിക്കാണും. ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് കൂടിയാണ് നമ്മളിത് ചേർന്നതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതിനോട് മിൽമ സഹകരിക്കുന്നത്. മാത്രമല്ല, നിങ്ങളുടെ TV ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് SKN പരിചയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഓർക്കുന്നുണ്ടോയെന്നറിയില്ല. എനിക്കൊരു അവാർഡ് തന്നപ്പോൾ ചെറുതായി സൂചിപ്പിച്ചു. എൻ്റെ ഒരു സുഹൃത്ത്, കോമൺ സുഹൃത്ത് നാരായണൻ, ഖത്തറിലുള്ള നാരായണനുമായി പാലക്കാട്ട് ഞങ്ങൾ നടത്തിയ ഇൻഡെക്സ്പോ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ ഇന്റർനാഷണൽ എക്സിബിഷൻ 2014 ആ നാരായണനാണ് പരിചയം. അതെ, ഖത്തറിലെ നാരായണ കൂടിയായി ഞങ്ങൾ VIP റൂമിലിരുന്നു കൊണ്ട് ദീർഘനേരം സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം പുതിയൊരു ചാനൽ തുടങ്ങുന്നതിൻ്റെ പ്രാരംഭഘട്ടം തുടങ്ങിയത്. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തന്നെയാണെന്ന് തോന്നുന്നു 24-ന്റെ ഒരു അവാർഡ് മിൽമയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് മേടിച്ചിരുന്നു. ഏതായാലും മാധ്യമ രംഗത്ത് 40 കൊല്ലം തികയാണ്. അദ്ദേഹത്തിനും എനിക്കും മാത്രമേ ഇവിടെ ഇരിക്കുന്നതിന് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. വയസ്സ് ഇവിടെ ഒരു പ്രതിബന്ധമല്ല. മറ്റേത് 35 കൊല്ലം ഒരേ പ്രായമാണെന്നോ ചെയർമാൻ പറയുന്നത്? 40 വയസ്സ് വരെ. ഞാൻ 65. അതെ 40 വയസ്സ് വരെ ഒരു സർവീസിൽ ആർക്കും തുടരാൻ പറ്റില്ല. മിൽമയിലാണെങ്കിൽ 58 വയസ്സ് കഴിഞ്ഞാൽ അടുത്ത ദിവസം പുറത്ത് പോകേണ്ടി വരും. അപ്പൊ ശരാശരി ജീവിതത്തിൽ ഒരു 35 കൊല്ലം അല്ലെങ്കിൽ ഒരു 36 കൊല്ലമൊക്കെ നമ്മൾ സർവീസിലിരിക്കാൻ പറ്റുള്ളൂ. 40 കൊല്ലം കഴിഞ്ഞ് ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ട് എന്ന നിലയിലേക്ക് SKN ഇങ്ങനെ ഈ കുതിരയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ പുറകിൽ ഞാനും ഉണ്ട് പ്രായത്തിൽ. ഒരുപക്ഷെ താങ്കൾക്കാളും അല്പം കൂടുതലാണെങ്കിലും മിൽമയുടെ ചെയർമാനാകാൻ പ്രായം ഒരു തടസ്സമില്ലാത്തത് കൊണ്ട് 2 ടേം എന്നുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഒരു 5 കൊല്ലം കൂടെ, ഇനി ഒരു 4 കൊല്ലം കൂടെ ചെയർമാനായിരിക്കാൻ കഴിയും. ഏതായാലും ഈ ഒരു വലിയ ഉദ്യമമായിട്ട്, വലിയൊരു ആവേശകരമായിട്ടുള്ള പ്രകടനമായി കേരളത്തിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഇനി 2 ജില്ലകൾ പൂർത്തിയാക്കി ഇവിടെ സമാപിക്കുന്ന SKN ടീമിനും മിൽമയുടെ ക്ഷീരകർഷകരുടെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.
നിങ്ങൾക്ക് നിങ്ങളെല്ലാവരോടും നമ്മൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ മാധ്യമരംഗത്ത് 40 വർഷം പൂർത്തീകരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായർ സാറിന് മിൽമയുടെ സ്നേഹോപഹാരം സമർപ്പിക്കുകയാണ്. സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മിൽമ ചെയർമാൻ ശ്രീ KS മണി സാറിനെ ക്ഷണിക്കുന്നു. സ്വീകരിക്കുന്നതിന് വേണ്ടി മലയാളികളുടെ പ്രിയങ്കരനായ ശ്രീ SKN ശ്രീകണ്ഠൻ നായർ സാറിനെ ക്ഷണിക്കുന്നു. മിൽമയുടെ സാധാരണഗതിയിൽ ഒരു സെക്കൻഡ്, സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ ഞാൻ എൻ്റെ ഓഫീസിലാണ് സൂക്ഷിക്കുക. പക്ഷെ ഞാൻ ഇത് മാത്രം എൻ്റെ വീട്ടിൽ സൂക്ഷിക്കും. കാര്യം ഇത് എൻ്റെ വീട്ടിൽ കണി കണ്ടുണരാൻ പറ്റിയ ഒരു നന്മയാണെന്ന് ഞാൻ കരുതുന്നു. മിൽമയുടെ ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ഒരു പ്രൊഡക്റ്റ് കിറ്റ് കൈമാറുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ചെയർമാനെ ക്ഷണിക്കുന്നു. സ്വീകരിക്കുന്നതിനായി ശ്രീകണ്ഠൻ നായർ സാറിനെ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ കുറച്ച് പ്രോഡക്റ്റുകൾ ഇതിനകത്തുള്ളൂ. പ്രോഡക്റ്റ് കിറ്റുകൾ ഇതുവരെ ഉപയോഗിക്കാത്ത വല്ലതുണ്ടെങ്കിൽ ഉപയോഗിച്ച് നോക്കി അതിന്റെ അഭിപ്രായങ്ങൾ സത്യസന്ധമായി അറിയിക്കണമെന്ന് അഭിപ്രായം. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ മോർണിംഗ് ഷോയിൽ ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇത് പറയും, അല്ലേ? ശരി മോളെ, ആശ്മിക്ക് ഒരു അവസാനം തരാം ഞാൻ, ഡോണ്ട് വറി. ഒരു താങ്ക്സ് അക്ഷയ. ഇതെല്ലാം ഈ സംഭവം ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു. ഞാൻ ആദ്യം മേടിച്ചത് പെയിന്റാണ്. പിന്നാണ് ഇതൊരു നിങ്ങൾക്കറിയാലോ ഒരു ഇതിപ്പോ റീസെന്റ് ആയിട്ട് ഒരു 3 കൊല്ലം ഇറക്കിയിട്ടുള്ളൂ. പ്രോബയോട്ടിക്. അതെ, സെക്കേഡ് എന്ന് പറയുന്നത്. ഇപ്പോ നമുക്ക് ആധികാരികമായിട്ട് അറിയില്ല. ക്യാൻസർ പേഷ്യന്റിന് ഇത് കഴിച്ചാൽ അവർക്ക് വലിയ ഒരു ആശ്വാസം കിട്ടുമെന്ന് MBR ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുറെ ഡോക്ടർമാർ ഇവിടെ അല്ല മാത്രമല്ല നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ അവർക്ക് ഒരു ലാഭവുമില്ലാതെ അവിടുത്തെ പേഷ്യൻസിന് കൊടുക്കാനായിട്ട് ഈ സാധനങ്ങൾ കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അവർ പഠനം നടത്തിയതിന് ശേഷം അഭിപ്രായങ്ങൾ പറയട്ടെ. അങ്ങനെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഇവിടെ അമേരിക്കയിൽ ഒരു ഡോക്ടർ വരുമല്ലോ, ഡോക്ടർ MBR പിള്ള. അദ്ദേഹം നമ്മുടെ മല്ലിക ചേച്ചിയുടെ ബ്രദറാണ്, മല്ലിക സുമാരൻ്റെ. അപ്പൊ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തിട്ട് അമേരിക്കയിലെ ഒരു ലാബിലേക്ക് തന്നെ ഇത് അയച്ച് ഇങ്ങനെയെങ്ങാണ് നമ്മുടെ തൈര് ക്യാൻസർ എങ്ങാനും ഭേദമാക്കുകയും നമ്മൾ രക്ഷപ്പെട്ട്, കേരളം രക്ഷപ്പെട്ട്. നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ബയോകെമിസ്ട്രി എന്ത് പറയുന്നു? ഇനി ഇതുകൂടാതെ സയൻസിലൊന്നും അസാധ്യമായിട്ടില്ല, എന്ത് സംഭവിക്കാം. ഇനി ഇതുകൂടാതെ വേറൊരു വളരെ വളരെ രാജ്യത്ത് തന്നെ പ്രസിദ്ധമായ ഒരു പ്രോഡക്റ്റ് ഞങ്ങളുടെ R&Dയിലാണ്. അത് വന്നാൽ ഡയബറ്റിക് പേഷ്യൻസിനും അതുപോലെ തന്നെ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി തിരക്ക് പിടിച്ച ജീവിതത്തിൽ ആൾക്കാർക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാതിരുന്ന ഈ ഒരു സാധനം കഴിച്ചാൽ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കാൻ പറ്റാവുന്ന സാധനങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ട്രിവാൻഡ്രം കിംസിൽ അതിങ്ങനെ പേഷ്യൻസിന് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മളെ വാസവം മിനിസ്റ്ററാണ് അത് പരിചയപ്പെടുത്തുന്നത്. അമേരിക്കയിലുള്ള ഒരു ഡോക്ടറുടെ ഒരു ടെക്നോളജി വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. വളരെ വൈകാതെ ഇറക്കാൻ പറ്റുന്നതാണ് പ്രതീക്ഷ. നമ്മൾ കൊച്ചിയിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ നമ്മുടെ മിൽമ ചെയർമാൻ ഒരു വിലപ്പെട്ട ഉപകാരം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ മോഹവില 500 കോടി രൂപയാണ്. നിങ്ങൾ ഞെട്ടരുത്. പക്ഷെ ഇതിന്റെ യഥാർത്ഥ വില 364 രൂപയാണ്. 364 രൂപയാണ് ഇതിന്റെ യഥാർത്ഥ വില. മോഹവില 500 കോടി. അല്ലെങ്കിൽ ചെയർമാനെതിരെ ചിലപ്പോൾ അഴിമതി ആരോപണം വന്നല്ലോ, അല്ലേ? അങ്ങ് ഇത് വീട്ടിൽ തന്നെ വെച്ചേക്കണം. MDയും കൂടെ ശ്രീ ജെയിംസ് CGM ഉണ്ടല്ലോ അവിടെ, ശ്രീ NK പ്രേംലാൽ വരൂരെ. ഈ സാധനം തരാൻ വേണ്ടി വന്നത്. അങ്ങേ വേറെ ഒന്നും സംസാരിക്കണ്ടേ? അങ്ങയുടെ മോഹമല്ല പറയുന്നില്ല. ശ്രീ ഗിരീഷ് കുമാറിനെയും ശ്രീ ശ്രീനിവാസനും ഭരണസമിതിയാണ് അവരെ കുറിച്ച് വിധിലക്ഷ്യം. ഞാന് ഒരു ചോദ്യം ചോദിക്കാം. ഞാൻ ഒരു കപ്പം കൂടെ ഞാൻ മിൽമയിലെ പ്രവർത്തകർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു.
അതായത് ആർക്ക് വേണമെങ്കിലും പറയാം. അല്ല, അത് ഒരു ചോദ്യം ചോദിച്ചിട്ട് ഒരു മത്സരം ആയിക്കോട്ടെ. ഒരു ചോദ്യം ഇതാണ്, നിങ്ങളുടെ വീട് സങ്കല്പിച്ചോളൂ, സങ്കല്പിക്കേണ്ട, വീട്ടിൽ താമസിക്കുന്നവരല്ലേ. അപ്പൊ നിങ്ങളുടെ വീടിന്റെ വലത്തോട്ട് തിരിയുമ്പോൾ അതിലെ മൂന്നാമത്തെ വീട്ടിൽ ഒരു മനുഷ്യൻ താമസിക്കുന്നുണ്ട്. ആ മനുഷ്യന്റെ പേരെന്താണ്? മൂന്നാമത്തെ വീട്ടിലെ അങ്ങ് അയോഗ്യൻ, അങ്ങേക്ക് ഓൾറെഡി കപ്പ് തന്നുപോയി. വേറെ ആർക്കെങ്കിലും? ഒരു പേരെന്താ? ബാക്കിൽ ഒരാൾ പറഞ്ഞ ആദ്യം. മൊയ്തീൻ. അങ്ങനെ ആള് താമസം ഉണ്ടോ അവിടെ? വരിക 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 വരിക. ഒരാളൂടെ ഉണ്ട്. ഒരാൾ പറഞ്ഞു. ആരാണാവോ? സുന്ദരൻ. അയാൾ അവിടെ തന്നെ താമസിച്ചോ? ഓക്കെ, വരി വരി, രണ്ടുപേരും വരി. ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞതോടു കൂടിയിട്ട് നിങ്ങൾ ഈ കപ്പ് കൊണ്ട് സന്തോഷപ്പെട്ടവർ 1 കോടി രൂപയാ നഷ്ടപ്പെട്ടത്. നമ്മൾ ഈ ചോദ്യം ചോദിച്ചതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് അയലത്ത് താമസിക്കുന്ന ആരാന്നും ഇപ്പോൾ ആൾക്കാർക്ക് അറിയത്തില്ല. അതിഥി തൊഴിലാളി താമസിക്കാനുള്ള ആരല്ല, ഇനി അറിയണം. നമ്മൾ ഇന്ന് വീട്ടിൽ പോകുമ്പോൾ നമ്മൾ അന്ന് കോവിഡ് കാലത്ത് നമ്മൾ അടച്ചിട്ടില്ലേ വാതിലും ജനാലും, അത് തുറന്നിടണം. കാരണം വല്ലവരും പിച്ചാത്തിയായിട്ട് കയറി വരുമ്പോൾ നിലവിളിക്കും, അയലത്ത് ഒരാൾ കയറി വരണ്ടേ. ആ സാഹചര്യമുണ്ട്. അയലത്തെ ഇവരെല്ലാം ചോറ് ഒരിക്കലും കളയരുത്, അല്ലേ? കാരണം അദ്ദേഹത്തിനൊക്കെ ഒരു പാലക്കാടിന്റെ കൾച്ചറാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾ മലയാളികൾ ഒരു കാലത്ത് അയൽവാസിയെ ഇല്ലാതെ ജീവിതം ഇല്ലായിരുന്നു. ഇപ്പൊ അയൽവാസി ഒരു അയൽദ്രോഹിയായിട്ടാണ് കാണുന്നത്. അത് മാറാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെയുള്ള മത്സരം നടത്തും. 10,000 കപ്പ് ചിലവായാലും വേണ്ടില്ല, അയലത്തുകാരെ ആരാന്ന് അന്വേഷിക്കുമല്ലോ. ഓക്കെ, താങ്ക് യു. 5 ടീഷർട്ടും ഉണ്ട്, ആസ്കിനുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജീവനക്കാരിൽ അവർ തന്നെ മികച്ചവർന്ന് സെലക്ട് ചെയ്യുന്ന 5 പേര് വന്നാൽ കൊടുത്തേക്കാം. അപ്പൊ ഇനി ചോദ്യം വേണോ? ഒരു കാര്യം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള 5 പേരെ സെലക്ട് ചെയ്താൽ മതി. എന്നുവെച്ചാൽ നിങ്ങളുടെ തള്ളരുത്, നിങ്ങളുടെ പേര് തന്നെ പറയരുത്. നിങ്ങൾ പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ. ഇത് ലൈവായിട്ടൊക്കെ യൂട്യൂബിൽ കണ്ടോണ്ടിരിക്കുക. നിങ്ങൾക്ക് SKN40 എന്ന് പറഞ്ഞ എക്സ്ക്ലൂസീവായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഇത് മുഴുവൻ ലൈവായിട്ട് പോവാം. അതായത് സത്യത്തിൽ ചെയർമാൻ മൈക്കില്ലാതെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയിപ്പിച്ച തന്നെ അതിനായിരുന്നു. ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ, താങ്കളെന്ന് പറഞ്ഞോളൂ. യുവർ സെൽഫ്. ഇഷ്ടമുള്ള ഒരാളുടെ പേരെ പറയാവൂ. ചെയർമാന്റെയും GM-ന്റെയും ഒന്നും പേര് പറയാം. ഹരികൃഷ്ണൻ അല്ലേ? അനിൽ സാർ എന്ത്? അനിൽ സാർ ജനകീയ. ഞാൻ തന്നെ കൊടുക്കാൻ സന്തോഷം. അപ്പൊ ഇനി ഇവിടെ അങ്ങൊരു പേര് പറയും. അശ്വിൻ. വരൂ അശ്വിൻ, വരുവിൻ വാങ്ങുവിൻ. അശ്വിൻ കൊടുക്കും. താങ്ക് യു അശ്വിൻ. ഇനി ഒരു താങ്കളൊരാളുടെ കാര്യം പറയൂ. യെസ്, ബാബുവേട്ടാ. വിളിച്ചു കൊളവാക്കരുത്. അയ്യോ, ബാബുവേട്ട ലോട്ടറി എടുക്കണം കേട്ടോ. സന്തോഷം. ശരി ബാബുവേട്ട. എന്നാ റിട്ടയർമെന്റ്? ഒരിക്കലും റിട്ടയർ ആവരുത്, സ്ട്രോങ് ആയിട്ട് നിൽക്കണം. 10 പശുവിനെ വാങ്ങിച്ചു കിട്ടിയാലും കൊള്ളാം. കാര്യം മിൽമയിലായിരുന്നല്ലോ കളി മൊത്തം, അല്ലേ? ഓക്കെ, അപ്പൊ ഇനി താങ്കൾ ഫ്രണ്ടിൽ ഒരു കുട്ടി ഇരിക്കുന്നു. ഇയാൾ പറഞ്ഞു. യെസ്. വരൂ. അവർ രണ്ടുപേരോട് സംസാരിച്ചോണ്ടിരിക്കുക. ഞാൻ നിന്റെ കാര്യം പറയാം, നീ എന്റെ കാര്യം പറയാന്ന് ചോദിച്ചേ. ഓക്കെ. മോളെ പിടിക്ക്. ഇനി അമ്മ ഒരു ആളുടെ പേര് പറയും. യുവസൽ. ഒരാളിന്റെ പേര്, ഇഷ്ടമുള്ള ഒരാളിന്റെ പേര്. നാരായണേട്ട നീ. എല്ലാരും ഒന്ന് കൈയടിച്ചു കൊടുത്തേ നാരായണേട്ടന്. പതുക്കെ വന്നാ നാരായണേട്ടൻ, പതുക്കെ വന്നാ. നാരായണേട്ടൻ തകർത്ത് കേട്ടോ, വളരെ. ഓക്കെ,
സന്തോഷം. ഓക്കെ ഓക്കെ. ഇതെന്താണെന്നറിയോ? നാരായണന്റെ ഭാര്യ ഇതെന്ന്. അത് അത് അല്ല, സംഭവം കറക്റ്റാ. നാരായണന് ഏറ്റവും ഇഷ്ടമുള്ള ഈ ലോകത്ത് ഭാര്യ തന്നെയായിരിക്കും. അത് കറക്റ്റ് സെലക്ഷനാണ് കേട്ടോ. വേറെ ആളുടെ പേര് പറഞ്ഞെങ്കിൽ അത് അബദ്ധമായി പോയത്. ഓക്കെ, താങ്ക് യു ചെയർമാൻ. അദ്ദേഹം നമ്മുടെ ഒരു ഷെയർ ഹോൾഡറാ അങ്ങ് പറഞ്ഞ നാരായണൻ. ഓക്കെ. അപ്പൊ അദ്ദേഹം ഉഷയ്ക്ക് ഓർമ്മയില്ലേ? പാലക്കാട് നമ്മളെ വീട്ടിൽ പോയി അദ്ദേഹം ഉണ്ടായിരുന്നു അന്ന്. ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷം. അപ്പം താങ്ക് യു ആശ്വിൻ. നമുക്ക് അപ്പൊ താങ്ക് യു. അപ്പൊ ഒന്നുമില്ല, ഇത് 3,4 മെഥിലീൻ ഡയോക്സി മെത്താംഫിറ്റമിൻ എന്നാണ് ഇതിന്റെ പേര്. സയൻസ് പഠിച്ചവർക്കറിയാം, നമ്മുടെ ന്യൂറോൺ ഉണ്ട്. ന്യൂറോണിലുള്ള ഗ്യാപ്പിന് പറയുന്ന പേര് സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്നാണ്. അവിടെയാണ് ഈ കെമിക്കൽ കയറി വർക്കൗട്ട് ആവുന്നത്. വർക്കൗട്ടായി നമ്മുടെ സെറാട്ടോണിൻ എന്ന് പറയുന്ന നമ്മുടെ ഹാപ്പി ഹോർമോൺ ഉണ്ട്. അതിവിടെ ആർട്ടിഫിഷ്യലി ഈ പറയുന്ന രാസലഹരി കയറി അവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കി, ബ്രെയിനെ കൺഫ്യൂഷൻ ഉണ്ടാക്കി, മൊത്തത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാനാണ് MDMAയുടെ പ്രധാന പരിപാടി. ഇത് കില്ലർ ഡ്രഗ് ഗണത്തിൽ പെടുന്നതാണ്. അതുകൊണ്ട് ഇതിനെ മദ്യവുമായി നിഗ്വേറ്റ് ചെയ്യാൻ പറ്റേയില്ല. ഇത് കില്ലർ ഡ്രഗ് എന്ന് പറഞ്ഞാൽ ഒറ്റത്തവണ ഉപയോഗിച്ചാൽ അത്രത്തോളം മാരകമായ അഡിക്ഷനിലേക്ക് വീണു പോകുന്നതാണ് കില്ലർ ഡ്രഗ് എന്ന് പറയുന്ന എന്താണ് ഈ പറഞ്ഞ ലോകാരോഗ്യ സംഘടനകളൊക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന 10 മാരക മയക്കുമരുന്ന് ഒന്നാണ് MDMA. അപ്പൊ അതുകൊണ്ട് MDMA ചെറിയ കഥയല്ല. MDMA വലിയ ഭീകരമായ രാസവസ്തുവാണ്. ആ രാസവസ്തു 1912 ജർമ്മനിയിൽ ആൻഡൻ കോളിഷ് എന്ന് പറയുന്ന ഒരാൾ കണ്ടുപിടിച്ചായിരുന്നു. 12 കണ്ടുപിടിച്ചതാണ്. 2025 ആകുമ്പോഴേക്കും നമ്മുടെ കേരളത്തിന്റെ, നവോത്ഥാന കേരളത്തിന്റെ ഗ്രാമങ്ങളിലും മുക്കുമൂലകളിലൊക്കെ വളരെ സുലഭമായി എന്ന് പറഞ്ഞാൽ അത്രത്തോളം സുലഭമാണ് എന്ന് നമ്മൾ നേർക്കണ്ട ബോധ്യത്തിൽ, അറിവിൽ പറയുന്നതാണ്. അപ്പൊ അങ്ങനെ സുലഭമാവുന്നത് നല്ലതല്ല. അത് നമ്മുടെ അടുത്ത തലമുറ ഇല്ലാതാക്കലാണ്. അപ്പൊ അതിനെതിരെയാണ് നമ്മുടെ യുദ്ധം. അപ്പൊ ആ യുദ്ധത്തിൽ എല്ലാവരും ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ കോഴിക്കോട് കടപ്പുറത്ത് ഈ മാസം 20-ാം തീയതി നമ്മൾ ആ കടലിന് സമാന്തരമായ ഒരു മനുഷ്യ മഹാസമുദ്രം തീർക്കാൻ പോകുന്നുണ്ട്. ആ മനുഷ്യ മഹാസമുദ്രത്തിൽ നിങ്ങളെയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. താങ്ക്സ് ലോട്ട്.